പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിവാദത്തെ തുടർന്ന് ശ്രദ്ധേയമായ പാലക്കാടിൽ രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാകുന്നു. ഇല്ലാത്തൊരു ചോദ്യം ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ വിവാദത്തിലൂടെ മാത്രമാണ് ഈ ഇലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു സർക്കസ് കേരള രാഷ്ട്രീയം. കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലിന് തിരി തെളിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് മെല്ലെ മെല്ലെ നമ്മൾ അറിയാൻ തുടങ്ങിയിരിക്കുന്നു. ദാ വരാൻ പോകുന്നു നിയമസഭാ ഇലക്ഷൻ. സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞു തുടങ്ങിയല്ലോ അല്ലേ? പോകാം, സ്ഥാനാർത്ഥി പട്ടികയിലേക്കൊക്കെ പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ തൃപ്പൂണിത്തുറയിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് സിനിമയിലും സീരിയലിലും ഒക്കെ സജീവമായി നിൽക്കുന്ന അഞ്ജലി നായർ മത്സരിക്കാൻ പോകുന്നു എന്ന് അറിയാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് വീണയുണ്ടല്ലോ, വീണ. ഏത് വീണ? ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വീണ. ഈ സിനിമയിലും സീരിയലിലും ഒക്കെ ഉള്ളതാ. പിന്നെ അഖിൽ മാരാർ മത്സരിക്കുന്നു, ബിഗ് ബോസ് താരം, സിനിമ സംവിധായകൻ. രാഷ്ട്രീയത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നു കോൺഗ്രസിലെ. ഇപ്പോൾ NDAക്ക് വേണ്ടി 2020 മത്സരിക്കാൻ പോവുകയാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അത് വേറൊന്നുമല്ല, ഈ സിനിമാ താരങ്ങളെ അതുപോലെ തന്നെ സീരിയൽ താരങ്ങൾ പിന്നെ ഈ ബിഗ് ബോസിലൊക്കെ വന്ന ആളുകളെയൊക്കെ ഓടി നടന്നങ്ങ് പിടിച്ചെടുക്കുകയാണ് NDA. നല്ലതാ, നമുക്ക് നോക്കാം എന്താവുമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഉറ്റുനോക്കിയിരുന്ന പാലക്കാട് പിഷാരടി, രമേശ് പിഷാരടിയാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാക്കാം, രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തി കംപ്ലീറ്റ്ലി കോൺഗ്രസ്. നമുക്ക് നോക്കാം എന്താവുമെന്ന്. രമേശ് പിഷാരടി മത്സരിക്കട്ടെ. രമേശ് പിഷാരടി അറിഞ്ഞിടത്തോളം വളരെ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ആ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചെയ്യാൻ കഴിയുമെന്ന ഒരു വിശ്വാസം എനിക്കുമുണ്ട്. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് വിശദമായി കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ലെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ പറയുക. കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കാണാൻ ചിലപ്പോൾ കണ്ടേക്കാം. കണ്ടാൽ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇനി കുറച്ചു മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നതിനും നിമിഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വാർത്ത, അതിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഫൈനൽ ലിസ്റ്റ് അന്തിമ പട്ടികയായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും. ഇന്ന് 3 മണിയോടുകൂടി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. കെ സുധാകരന് സീറ്റ് നൽകില്ല എന്നാണ് അതിലെ പ്രധാന സവിശേഷത. കണ്ണൂർ സീറ്റിൽ ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ല. പറവൂരിൽ VD സതീശനും പേരാവൂരിൽ സണ്ണി ജോസഫും സ്ഥാനാർത്ഥികളാണ്. സവിശേഷതയോ? ജി സുധാകരന് സീറ്റ് കൊടുക്കാത്തത് ഒരു സവിശേഷതയായിട്ട് കാണുന്നുണ്ടോ? എനിക്കറിയാൻ പാടില്ല. എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഏതൊരുത്തര് സീറ്റ് കൊടുത്താലും എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കാരണം ഏതൊരുത്തം ഭരിച്ചാലും, ഏതൊരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഭരിക്കാൻ വന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടണം. എനിക്ക് അത്രയേ ഉള്ളൂ. ഇവിടുത്തെ മനുഷ്യഗണത്തിൽ പെടുന്ന നമ്മൾ ഓരോരുത്തർക്കും ഏതവൻ ഭരിച്ചാലും എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടണം. അല്ലാതെ ഇന്ന പാർട്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ നമുക്ക് അങ്ങ് സന്തോഷമായെന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന പാർട്ടി ഇവിടെ ഭരണം ഏറ്റെടുത്ത് ഒരു മാങ്ങാണ്ടി നമുക്ക് തന്നില്ലെങ്കിലോ? ഒരു മാങ്ങയുടെ അതുപോലും നമുക്ക് തന്നില്ലെങ്കിലോ? തീർന്നില്ലേ അവിടെ? 10 വർഷം അനുഭവിച്ചല്ലോ നമ്മൾ. കിട്ടി, ആർക്കും കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടേ ഇവിടെ. തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകൾ, പക്ഷെ അവർക്ക് കിട്ടുന്നതൊന്നും ഇവിടുന്നല്ല, ദങ്ങൂന്നാ, കേന്ദ്രത്തിൽ നിന്ന്. പക്ഷെ എന്താണെങ്കിലും അത് വലിയ കൈയിട്ടുവാരലൊന്നും എങ്ങൊന്നും വരാതെ അവിടുന്ന് വന്നാലും ഇവിടെയുള്ള സ്റ്റേറ്റിലെ ചേട്ടന്മാർ തീരുമാനിക്കണേ. അല്ലെങ്കിൽ അവർ എന്തോരം വാരണമെന്ന് അവർ തീരുമാനിച്ച് അവർ വാരിയിട്ടൊക്കെ കിട്ടത്തുള്ളത്. ആരെന്തു പറഞ്ഞെന്ന് പറഞ്ഞാലും അത്രേ ഉള്ളൂ. കേന്ദ്രം നേരിട്ടിറങ്ങി ഇവിടെ ചെയ്തെന്ന് പറഞ്ഞാലും ഇവിടെ ഉള്ളവന്മാർ എങ്ങനെയെങ്കിലുമൊക്കെ സൈഡിൽ കൂടെ കയറി മാന്തും. ആ ഒരു മാന്തലിൽ ഇച്ചിരിയെങ്കിലും ഒരു കുറവ് ഈ 10 വർഷം ഉണ്ടായിരുന്നത്
ഈ തൊഴിലുറപ്പുകാരുടെ കാര്യത്തിൽ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയെന്നൊന്നും അല്ല പറയുന്നത്. എന്നാൽ എന്തൊക്കെയാണെങ്കിലും ഞാനൊരു ആലപ്പുഴക്കാരനാണ്, ഉള്ളത് പറയാലോ. നമ്മുടെ നാട്ടിൽ ചേച്ചിമാരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ വോട്ട് കുത്തത്തുള്ളൂ. അതെനിക്ക് 101% ഉറപ്പാ. പക്ഷെ ഇത്തവണ എല്ലാവരും ഒരു 2 തവണ ചിന്തിക്കും. ഇനി ഇവന്മാർക്ക് കുത്തി വോട്ട് കൊടുത്ത് കയറ്റിക്കഴിഞ്ഞാൽ പണി പാടുമെന്നറിയാം. ഉറപ്പാ. എത്രയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും ആ കിട്ടിയതൊക്കെ അവിടുന്ന് അറ്റവും മൂലമൊക്കെ ആണെന്ന് എല്ലാവർക്കും അറിയാടോ. എല്ലാ മലയാളികൾക്കും അറിയാം, ഇല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ വേണമെന്നില്ല, പുറം രാജ്യത്തിൽ ഒക്കെ ജീവിക്കുന്ന മലയാളികൾക്കും അറിയാം. അതുകൊണ്ടൊക്കെയാണ് അവർ ഈ നാട്ടിൽ നിന്ന് ഓടി അങ്ങോട്ട് പോകുന്നതേ. അല്ലാതെ സ്വന്തം നാട് വിട്ടിട്ട് അവിടെ പോയി അങ്ങ് കോടികൾ, ഇവിടെ നിന്നാലും അവർക്ക് കോടികൾ ഉണ്ടാക്കാൻ പറ്റിയായിരുന്നെങ്കിൽ അവർ നിന്നേനെ. പറ്റത്തില്ല. ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ? വേണ്ട. ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല, നമുക്ക് ബാക്കി കേൾക്കാം. പാലക്കാട് രമേശ് പിഷാരടി, മലമ്പുഴയിൽ എ സുരേഷും മത്സരിക്കും. തളിപ്പറമ്പിൽ CPM വിട്ട TK ഗോവിന്ദന് പിന്തുണ നൽകാനാണ് ധാരണ. ദീപക് ധർമ്മടം വിവരങ്ങൾ മറ്റൊരു. ദീപക്, ഇന്ന് 3 മണിയോടെ നമ്മൾ ഈ പറയുന്ന പേരുകൾ പ്രഖ്യാപിക്കപ്പെടും എന്നാണോ കരുതേണ്ടത്? കണ്ണൂരിൽ എന്തായാലും കെ സുധാകരൻ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും സീറ്റ് കൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനം ഹൈക്കമാൻഡിനോട് കെ സുധാകരന്റെ പ്രതികരണം എന്ത് എന്നുള്ളതാണ് അടുത്ത ആകാംക്ഷ. ദീപക്. ഹാഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സുധാകരന് സീറ്റില്ല എന്നതാണ്. കെ സുധാകരന് സീറ്റ് നൽകേണ്ടതില്ല എന്നും പാർലമെന്റിൽ തുടരുക എന്നതുമാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. ആ തീരുമാനം കെ സുധാകരനെ അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. മാത്രമല്ല, അവസാന വട്ടത്തിൽ അനുനയത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിന്റെ ഭാഗമായി ആണ് രമേശ് ചെന്നിത്തല കണ്ടത് എന്നുകൂടിയുള്ള വിവരം ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. മറ്റൊന്ന്, സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യത്തെ 60 എണ്ണം പ്രഖ്യാപിക്കാനാണ് ശ്രമം നടത്തുന്നത്. പക്ഷേ എന്നാൽ 60 പട്ടിക ഇപ്പോഴും ശരിയായിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. 2 കാര്യങ്ങൾ, കണ്ണൂർ ഒഴിച്ചിടും, അതുപോലെ തളിപ്പറമ്പ് ഒഴിച്ചിടും. തളിപ്പറമ്പിൽ CPIM-ൽ നിന്നും വിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഗോവിന്ദനെ പിന്തുണയ്ക്കാൻ വേണ്ടി ധാരണയായിരിക്കുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മലമ്പുഴയിൽ VS-ന്റെ സന്തത സഹചാരിയായ സുരേഷിനെ മലമ്പുഴയിൽ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും. മറ്റൊന്ന്, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിവാദത്തെ തുടർന്ന് ശ്രദ്ധേയമായ പാലക്കാടിൽ രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാകുന്നു. തിരുവമ്പാടിയും പറഞ്ഞത് ഏതാണ്ടൊക്കെ ശരിയുള്ള കാര്യമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, പാലക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെ ഫേമസ് ആടേ. പാലക്കാട് പണ്ടേ ഫേമസാ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ ഒരു ഹൈപ്പ് കിട്ടിയ ഒരു സ്ഥലമാണ് പാലക്കാട്. എന്താ അല്ലേ? ഇന്ന് തന്നെ നോക്ക് നിങ്ങൾ, എല്ലാവരും ഉറ്റുനോക്കുന്നത് പാലക്കാട്ടിലേക്കാ. ആരായിരിക്കും അവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ പോവുക എന്നുള്ളത്, അല്ലേ? രമേശ് പിഷാരടിക്കപ്പുറം വേറൊരാളെ അവിടെ നിർത്താനില്ല. വേറെ ആരവിടെ മത്സരിച്ചാലും പാലക്കാട്ടിലെ ജനങ്ങൾ എടുത്ത് ദൂരത്തേക്ക് അങ്ങ് എറിയും. കാരണം അവർക്കവിടെ വേണ്ടത് അന്നും ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെയാണ്, ഇല്ലേ? ഈ വീഡിയോ കാണുന്ന പാലക്കാട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക, നിങ്ങൾക്ക് വേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെയല്ലേ? അതെ. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അവിടെയാണ് ഒരു കളി കളിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റുമ്പോൾ അവിടെ അതേപോലെ ജനപിന്തുണ കിട്ടാൻ സാധ്യതയുള്ള അത്യാവശ്യം വിവരവും ബോധവും ഉള്ള ഒരുത്തൻ തന്നെ നിൽക്കണം. അതല്ലാതെ ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എടുത്ത് തട്ടും, ഫുട്ബോൾ തട്ടുന്ന കണക്ക് പാലക്കാട്ടുകാരാ പാടത്തിട്ട്. അതറിയാവുന്നത് കൊണ്ടാണ് രമേശ് പിഷാരടിയെ ഇറക്കിയത്. ഞാനിപ്പോഴും പറയുന്നു, രാഹുലിന് പകരം രാഹുൽ തന്നെ ഉള്ളൂ. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒരു നല്ല മനുഷ്യനായിട്ട് നിൽക്കാൻ അവിടെ സാധിക്കുന്നത് വേറെ ആർക്കും പറ്റില്ല. രാഹുൽ കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് രമേശ് പിഷാരടിയെ ഒന്ന് നോക്കാം, ഒന്ന് വോട്ട് കുത്തി നോക്കാം എന്ന് പറയാം വേണമെങ്കിൽ. അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല വേറെ ആരവിടെ നിന്നാലും ഒന്ന് മുക്കും. ഒന്നെന്നല്ല, ഒരു 10-15 തവണ ഒന്ന് മുക്കും ഇത്തിരി വോട്ട് കിട്ടാനേ. പക്ഷെ രമേശ് പിഷാരടി കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പാലക്കാട്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. എൻ്റെ മനസ്സ് പറയുന്നു പിഷാരടി കൊണ്ടുപോകും പാലക്കാട്. ചിലപ്പോൾ രമേശ് പിഷാരടിക്ക് വേണ്ടി പാർട്ടിയിലില്ല എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നിറങ്ങി പ്രവർത്തിച്ചേക്കും രമേശ് പിഷാരടി ആവശ്യപ്പെട്ടാൽ. പാർട്ടി ആവശ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം പാർട്ടിയിലില്ല. എങ്കിൽ പോലും രമേശ് പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു സൗഹൃദത്തിന്റെ പുറത്ത് ചിലപ്പോൾ രാഹുൽ ഒന്നിറങ്ങി ഒരു 10 വോട്ട് ചോദിച്ചാൽ ആ 10 വോട്ടും പിഷാരടിക്ക് തന്നെ കിട്ടും. അതിൽ ഒരു സംശയവും ആർക്കും വേണ്ട. എന്താ അല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പറ. ഇനി നമുക്ക് വേറൊരു മഹത് വ്യക്തിയുടെ ചില വാചകങ്ങൾ കേൾക്കാം. വേറെ ആരുടെയല്ല,
ഉമ്മൻചാണ്ടി സാറിൻ്റെ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ, അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 2-3 ദിവസമായിട്ട് നമുക്കറിയാം ഒരുപാട് കോൺട്രവേഴ്സികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ മറിയയെ പാർട്ടി നിർത്താൻ പോകുന്നു. ഉടനെ ചാണ്ടി ഉമ്മൻ പറയുന്നു, ഇല്ല, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി, അവളെ നിർത്തുന്നെങ്കിൽ അവൾ നിന്നോട്ടെ, ഞാൻ മാറുകയാണ് എന്നുള്ള ചില കാര്യങ്ങൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അതിനെ പറ്റിയിട്ടും ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പുതുപ്പള്ളിയിൽ കളം നിറയുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ചാണ്ടി ഇന്നലെ റോഡ് ഷോ ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഒരു ആവേശം? വളരെ നല്ല ഒരു വലിയ എല്ലാ വീടിന് മുന്നിലും ജനങ്ങൾ ഇറങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം എന്താ പറയുക സന്തോഷം, ചാരിതാർത്ഥ്യം, നന്ദി ഈ നാട്ടിലെ ജനങ്ങളോട്. ഈ കഴിഞ്ഞ തവണത്തെ അത്രയും പണിയെടുക്കണ്ട എന്നൊരു തോന്നലുണ്ടോ? കഴിഞ്ഞ ഒരു 2 വർഷം നിറഞ്ഞു നിന്നു, ഒരുപാട് കാൽനടയായി വീടുകളിലൊക്കെ കയറിയൊരു അല്ല, ആരും നമുക്ക് സമയമില്ലല്ലോ, എടുക്കാൻ സമയമില്ല. ഞാൻ എൻ്റെ 2.5 വർഷക്കാലം ഞാൻ പ്രവർത്തിച്ചു. ഇനി അടുത്ത 2 ആഴ്ച കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് എനിക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഫുൾ ഞങ്ങളുടെ പ്രവർത്തകർ മൊത്തം, ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റാണ് നിൽക്കുന്നത്, ഞങ്ങളുടെ UDF കൺവീനറാണ് നിൽക്കുന്നത്. ഇവരെല്ലാം സജീവമായി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ തെളിവാണ് ഇന്നലത്തെ റോഡ് ഷോയുടെ വിജയം. ഇന്ന് ഇങ്ങനെ വീടുകളിലേക്കുള്ള പ്രചരണം തുടങ്ങുന്നു. നാളെ എൻ്റെ സൈക്കിൾ റൈഡുണ്ട്. ഞാൻ ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരുമായിട്ട് ഒന്ന് സൈക്കിൾ റൈഡ് നടത്തുന്നുണ്ട്. അങ്ങനെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളുണ്ട്. അതിപ്പം നമ്മളൊരു രീതി കൂടെ തന്നെ വേണമെന്നില്ലല്ലോ ജനങ്ങളിലേക്ക്. ഉമ്മൻ സാറേ, എൻ്റെ ഒരു സംശയമാണ്, ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും വരും ആ ഒരു സംശയം. ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അങ്ങോട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ എടുത്ത് റോട്ടിൽ കൂടെ ചവിട്ടുന്നതാണോ? അല്ലെങ്കിൽ പ്രചരണത്തിന്റെ പേരിൽ ജനങ്ങളുടെ അടുത്തോട്ട് ചെന്ന് ഓരോ വീട്ടിലും കയറി ഇറങ്ങി ചേട്ടാ ചേച്ചി വോട്ട് കുത്തത്തില്ലേ ചേട്ടാ എന്ന് ചോദിക്കുന്നതാണോ ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്നുള്ള പ്രവർത്തനം? അല്ല, താങ്കൾ ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ തന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. 5 വർഷം കൊണ്ട് 48 വീടോ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പുള്ളിയൊക്കെ, 50 വീടൊക്കെ. നല്ല കാര്യങ്ങൾ അതൊക്കെയാണ് ശരിക്കും ഇറങ്ങിയിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ സൈക്കിൾ എടുത്തോണ്ട് റോട്ടിലൂടെ റാലിയും ഓരോ വീട്ടിലോട്ടും കയറി ചെന്നിട്ട് വോട്ട് കുത്തറയെന്ന് പറയുന്ന അതിൻ്റെ ഒന്നും ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. നിങ്ങൾ ആ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അച്ഛൻ ചെയ്തതിൻ്റെ എന്താണെങ്കിലും നിങ്ങൾക്ക് കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങളും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ നാട്ടിൽ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം നിങ്ങൾ കാരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരാളുടെയും വീട്ടിലോട്ട് ഇങ്ങനെ ചെല്ലണ്ട, ചേട്ടാ ചേച്ചി വോട്ട് തായോ എന്ന് പറഞ്ഞ് ചെല്ലേണ്ട കാര്യമില്ല. വോട്ട് വന്നു കുത്തിക്കോളും, ഇല്ലേ? ബാക്കി കേൾക്കാം. കഴിഞ്ഞ തവണത്തെ പോലെ പ്രവർത്തകരെ വെറുതെ നടത്തിക്കാൻ ഉദ്ദേശിച്ചില്ല, ഓടിക്കുക, സൈക്കിൾ ഓടിക്കുക എന്നൊക്കെയാണ് ഇത്തവണ പ്ലാൻ. സൈക്കിളോട്ട് നടത്തും വരും, നടത്തും പുറകെ വരും. അത് മാധ്യമപ്രവർത്തകരാരും ഇങ്ങോട്ട് വരണ്ടെന്നുള്ള, ഞങ്ങളെ ഓടിക്കുന്നുള്ള അതാണല്ലോ എനിക്ക് സമാധാനം കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു. ഈ SIR ഒക്കെ വലിയ വെല്ലുവിളി ആയിട്ടുണ്ടോ? എന്താണ് അത് ചാണ്ടി പറയുന്നുണ്ടായിരുന്നു? SIR ഇപ്പൊ പലരും ചോദിക്കും 50,000 60,000 ഭൂരിപക്ഷം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കാണത്തില്ല. കഴിഞ്ഞ പ്രാവശ്യമായിട്ട് കുറേ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ വളരെയധികം ആൾക്കാരെ വെട്ടിമാറ്റിയിട്ടുണ്ട്, വളരെയധികം ആൾക്കാർക്ക് വോട്ട് കിട്ടാൻ സാഹചര്യം ഇല്ലാതായിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ മറികടക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ അറിയാമല്ലോ, ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് ചെയ്തിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം പൂർണ്ണ രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ച് ജനങ്ങളിലേക്ക് നിൽക്കും. പക്ഷെ വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും കിട്ടാത്തവരെന്ത് ചെയ്യും? ഈ വീടാണ് ചാണ്ടി ഉമ്മൻ്റെ ഒരു പ്രധാന ഫോക്കസ് ആയിരുന്നില്ലേ, കുറേ വീടുകൾ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ്? ഞങ്ങൾ ചാണ്ടി ഉമ്മൻ്റെ പ്രധാന ഫോക്കസ് വീടാണ്. ഓക്കെ, ഈ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ചാണ്ടി ഉമ്മ, ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ, ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ പ്രവർത്തനം അങ്ങോട്ട് ഉദ്ധരിച്ചങ്ങോട്ട് കയറുന്നത്? ഇലക്ഷന് മുമ്പും ഇപ്പം അതാ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട്, നിങ്ങൾ ജയിച്ചാലും ഇല്ലെങ്കിലും അടുത്ത ദിവസം തൊട്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ, ഈ ഇലക്ഷൻ വിട്ടേക്ക്, അടുത്ത ഇലക്ഷൻ വരുമ്പം ചെയ്ത ഓരോ നിങ്ങൾ കാരണം എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ കിട്ടിയിട്ടുള്ള ഓരോ വ്യക്തിയും മറക്കില്ല, നിങ്ങളെ ഒരിക്കലും മറക്കില്ല. വന്ന് കുത്തും, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എത്തിക്കുത്തും. അല്ലാതെ നിങ്ങൾ മറ്റേ എത്തിക്കുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് എത്തിക്കോളൂടെ. അല്ല നിങ്ങൾ ഓട്ടോ പിടിച്ചോ അല്ലെങ്കിൽ സൈക്കിളിന്റെ പുറകെ കയറ്റിയിരുത്തോ ഒന്നും കൊണ്ടുപോകണ്ട, അവിടെ വരും, വന്നു കുത്തും. അതാണ് കേരളത്തിലെ ജനങ്ങൾ, അല്ലേ? പക്ഷെ നേരെ മറിച്ച് ഇലക്ഷൻ പ്രഖ്യാപനവും സ്ഥാനാർത്ഥി നിർണയമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് പ്രവർത്തനമൊന്നും പറഞ്ഞ് സൈക്കിളും എടുത്ത് അങ്ങോട്ട് കുറു എന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടൊന്നും ഒരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അതാ വേറൊരു കാര്യം ഇടയ്ക്ക് ചാണ്ടി ഉമ്മൻ പറയുന്നത് കേട്ടായിരുന്നു. അതായത് കൈപ്പത്തി ചിഹ്നം മാത്രം മതി, അത് മാത്രം മതി. നല്ല കാര്യമാണ് അത്.
അത് മാത്രം മതി. വേറെ വലിയ മറ്റേ ഫ്ലെക്സും അതും അടിച്ചിട്ടുള്ള പ്രചരണങ്ങൾ വേണ്ട. നല്ല കാര്യമാണ് അത്. മനസ്സിലായില്ലേ? ജനങ്ങൾ മനസ്സിലാക്കി വരണം, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് വരണം. അല്ലാതെ ഇവിടെ ഒരുത്തനും കൊടുക്കുന്ന കുപ്പിയുടെയോ അല്ലെങ്കിൽ കാശിന്റെയോ പുറത്താവരുത്. അങ്ങനെ സംഭവിക്കുന്നിടത്താണ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെയാകുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അഹങ്കാരം വരുന്നത്, നീണ്ട 10 വർഷം അങ്ങോട്ട് ഭരിച്ചങ്ങോട്ട് മുടിപ്പിച്ച് വിടുന്നത്. തപ്പണം, ഒന്ന് തപ്പിയാൽ മതി. ബാങ്ക് അക്കൗണ്ടുകളല്ല, പരിപാടി ഉണ്ടല്ലോ, സ്വിസ് അക്കൗണ്ട്, അതൊക്കെ ഒന്ന് തപ്പിയാൽ മതി. പിടികിട്ടിയോ? ഇല്ലെങ്കിൽ വീടിന്റെ മതിലൊക്കെ ഒന്ന് കുത്തി തുറന്ന് നോക്കിയാൽ മതി, കാണും. ബാക്കി കേൾക്കാം. 48 വീടുകൾ പണിഞ്ഞ് കൈമാറിയിട്ടുണ്ട്. ഇനി 2 വീടുകൾ കൂടിയാണ് കൊടുക്കാനുള്ളത്, പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ മാർച്ചിന് ശേഷം ഉള്ളത്, അതും ഉടനെ തന്നെ തീർക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. ഇനി 100 വീടുകൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഘട്ടമായി 25 കല്ല് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനവും അതാണ് എൻ്റെ ഒരു ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളിയിലേക്കാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പോൾ 5 വർഷം കൊണ്ട് നടക്കുന്നല്ല, 100 വീടുകൾ 5 ദിവസം കൊണ്ടാണ്, 5 വർഷം കൊണ്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി എന്നുള്ളൊരു ആ തീരുമാനം തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ ചോദ്യം ഉണ്ടോ? അങ്ങനെ ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ നേതാക്കന്മാരോട് ചോദിക്കാത്ത എന്താ, എന്നോട് ചോദിക്കുന്നതിനാ? ചാണ്ടിയോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞത്. അത് എൻ്റെ ഒരു എന്താ പറയുക, നിങ്ങൾ എനിക്ക് അതൃപ്തി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നില്ല, ഞാൻ പറഞ്ഞു ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ 2 സ്ഥാനാർത്ഥി വരുന്നതിൽ അതൃപ്തിയില്ല. എൻ്റെ ഫാദറിൻ്റെ സ്റ്റാൻഡാണ് ഒരാൾ മതി എന്നുള്ള തീരുമാനം അതേ എടുത്തത്. പിന്നെ അതേ അതിനകത്ത് ചില മയപ്പെടുത്തൽ നടത്തിയത് എനിക്ക് തോന്നുന്നുണ്ട് 21-ൽ, പക്ഷേ ഞാൻ നിന്നില്ല. ബാക്കി കേൾപ്പിക്കാമേ. ചാണ്ടി ഉമ്മൻ സാറേ, ഫാദറിന്റെ സ്റ്റാൻഡ് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി. ഓക്കെ, മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങളോട് ചോദിക്കുന്നത് എന്താ മാധ്യമപ്രവർത്തകർ? നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് എന്താ? നിങ്ങൾ പറ. ഫാദറിന്റെ കാര്യം ഫാദർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതിനെന്താണ് സാറ് മറുപടി കൊടുക്കാത്തത്? താല്പര്യമില്ല എന്ന് ഒറ്റയടിക്കങ്ങ് പറഞ്ഞാൽ പോരെ? കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി, അത് മതി, ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വാഗോണ്ട് അങ്ങ് പച്ചയ്ക്ക് ഉമാരുടെ മുഖത്ത് നോക്കി പറയാൻ എന്താ പറ്റാത്തത്? നിന്ന് അവിടെ കിടന്ന് ഡാൻഡൂൺ കളിക്കുകയാണ്. സംസാരം കേൾക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ടല്ലോ. പുള്ളിക്ക് ഓപ്പണായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല, വേണ്ട അവളെ നിർത്തണ്ട, ഞാൻ നിന്നാ മതി എന്ന് പറയാൻ പറ്റുന്നില്ല. പിടികിട്ടിയോ? പുള്ളിയുടെ വാക്കുകൾ ഇടറുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം പുള്ളിക്ക് താല്പര്യമില്ല. അത് പുള്ളി അങ്ങ് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു. പക്ഷെ അത് പുള്ളി പറയാതിരിക്കും തോറും അത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവുകയേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കുറച്ചും കൂടെ നമുക്കൊന്ന് കേൾക്കാം. എനിക്കത് താല്പര്യമില്ല, അത് കാരണം അദ്ദേഹമാണ് ശരിയെന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ തന്നെ നമുക്ക് സമയമാവട്ടെ, അപ്പം ആലോചിക്കാം. പക്ഷെ അങ്ങനെ ഇല്ലാത്തൊരു ചോദ്യം ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ വിവാദത്തിലൂടെ മാത്രമാണ് ഈ ഇലക്ഷനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുക. എൻ്റെ പ്രവർത്തനം നിങ്ങൾ കാണിക്കുക, ഇവിടെ പുതുപ്പള്ളിയിൽ എൻ്റെ പ്രവർത്തനം കാണിക്കുക. ഇതിന്റെ പ്രശ്നം എന്താ പറയുക, ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ചാണ്ടി ഇതിനെ എതിർക്കുന്നു. മനസ്സിലായി സാറേ, സാറ് തന്നെ പറയുന്നു. ഇതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. സാറ് തന്നെ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് താല്പര്യമില്ല, അച്ഛൻ പറഞ്ഞതിനകത്താണ് ഞാൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ദ വെരി നെക്സ്റ്റ് മൊമെന്റ് നിങ്ങൾ പറയുന്നത് അല്ലല്ല, അത് ഇപ്പൊ പറയുന്നില്ല, കുറച്ചുകൂടെ ഡീറ്റെയിൽ വരട്ടെ. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇടയ്ക്ക് നിങ്ങളൊന്ന് പറഞ്ഞു പോകും, ഇല്ല എനിക്ക് താല്പര്യമില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറയും കുറച്ചുകൂടെ ഡീറ്റെയിൽ വരട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ആ ചോദ്യം ഒന്നും ആരും ചോദിക്കുന്നില്ലല്ലോ. എന്തിനാണ് അങ്ങനെ പറയേണ്ട കാര്യം? ചോദിക്കുന്നുണ്ടല്ലോ, മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയുന്നുണ്ടല്ലോ, ഇല്ലേ? അപ്പം നിങ്ങൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് മറുപടി കൊടുക്ക്. നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കട്ട് ആൻഡ് റൈറ്റ് അങ്ങ് പറഞ്ഞു കളഞ്ഞേക്കണം. അല്ലാതെ അച്ഛൻ്റെ വഴിയാണ് ഞാൻ അച്ഛൻ പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ അഭിപ്രായം സ്ട്രോങ് ആയിട്ട് നിങ്ങളങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. പിടികിട്ടിയില്ലേ? പിന്നെ പുതുപ്പള്ളിയിലെ കാര്യങ്ങളൊക്കെ, അവിടുത്തെ നല്ല നല്ല പ്രവർത്തികൾ ജനങ്ങളെ നിങ്ങൾ കാണിക്കൂ എന്നൊക്കെ പറയുന്നത് ജനങ്ങൾക്ക് അറിയാം. പുതുപ്പള്ളിയിലെ ജനങ്ങൾ, ബാക്കിയുള്ളവർ അറിയണ്ട. പുതുപ്പള്ളിയിലെ ജനങ്ങൾ അറിയുന്നുണ്ടല്ലോ നിങ്ങൾ അവിടെ ചെയ്ത നല്ല കാര്യങ്ങൾ. അവരറിഞ്ഞാൽ മതി, അവർ തരും നിങ്ങൾക്ക് വോട്ട്, ഇല്ലേ? ഞാനീ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.